ഷാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡെയിലി മിററിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി മിററിലൂടെ ധാരാളം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏതാനും നിമിഷത്തേക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പരിചയം നടത്താം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചില അവിഭാജ്യമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കുറേ നിയമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ എനിക്കെല്ലാം ഏറ്റവും ഭംഗിയായി ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് തീരുമെന്ന്. നേരെ മറിച്ച് അങ്ങനെയല്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം എളുപ്പമാവുകയുള്ളൂ. തിമോത്തിയോസിന് വിശുദ്ധ പൗലോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം അതിപ്രകാരമാണ്: യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഇതുതന്നെ പത്രോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെന്താണ് നിന്നെ ഉപേക്ഷിച്ച് പോകുന്നത്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഈ ലോകത്തിന് 100 ഇരട്ടി കിട്ടും, പക്ഷേ സഹനങ്ങളുമുണ്ടാകും. ഈ സഹനം, പീഡനം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികളുടെ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാനും കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ പിതാവായ ദൈവം നമുക്ക് ചില അനർത്ഥങ്ങളൊക്കെ അനുവദിക്കുന്നത്? ചിലപ്പോൾ തീർത്ഥാടനത്തിനായിട്ട് ഒരു ഗ്രൂപ്പ് പോകുന്നു, വേളാങ്കണ്ണിക്ക് കരുതുക. പക്ഷേ അവർക്ക് അപകടം സംഭവിക്കുന്നു. പോകുന്ന വഴിക്ക് ആ കുട്ടി പറഞ്ഞ ഇതാണ്: അവർ വേറെ ഒന്നിനും പോയതല്ല, അവർ നല്ല കാര്യത്തിന് പോയതാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പോയതാണ്, പ്രാർത്ഥിക്കാൻ പോയതാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് ഈ ദുഃഖദുരിതങ്ങളുണ്ടായി? എന്തുത്തരം ഞാൻ പറയണം? എൻ്റെ ഉത്തരം ഇതായിരുന്നു: മക്കളെ, ദൈവമല്ലത് അവർക്ക് ആ അപകടമുണ്ടാക്കിയത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ ഉള്ളതിലും എത്രയോ ഇരട്ടി വാഹനങ്ങൾ അവിടെയുണ്ട്. എന്നിട്ടും എന്തേ അവിടെ ഇവിടെ ഉള്ളതിൻ്റെ ഒരു 10-1 പോലും അപകടങ്ങളുണ്ടാകുന്നില്ല? ഇതൊരു വസ്തുതയാണ്, അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. കാരണം ഞാനവിടെ ജീവിച്ച് മനസ്സിലാക്കിയ മനുഷ്യനാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളെടുത്താൽ എല്ലാ ദിവസവും അപകടങ്ങളുടെ കഥകളെ വായിക്കാനുള്ളൂ, വാർത്തകൾ? അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അപകടങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്ക് എളുപ്പം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം റോഡ് ചീത്തയാണ്. രണ്ടാമത്തെ കാര്യം പോകുന്ന വാഹനത്തിൻ്റെ സുരക്ഷ. ഒരുപക്ഷെ കാലപ്പഴക്കം ചെന്നത്, സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താതിരുന്നത് ഒക്കെ ആവാം. അല്ലെങ്കിൽ ഓടിക്കുന്നയാളിൻ്റെ അശ്രദ്ധ, മദ്യപിച്ചിട്ട് ഓടിക്കുക, ഉറക്കം തൂങ്ങി ഓടിക്കുക, അലക്ഷ്യമായി ഓടിക്കുക, മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് ഓടിക്കുക, പുറകോട്ട് തിരിഞ്ഞ് ആരുടെയെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ട് ഓടിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കുന്നയാളിൻ്റെ അയാളുടെ അലക്ഷ്യമായ ഓടിയത്, അല്ലെങ്കിൽ ഇയാളുടെ അജ്ഞത, റോഡ് നിയമങ്ങൾ അറിഞ്ഞുകൂടാ, അയാൾ അതൊന്നും പഠിക്കാതെ ആയിരിക്കാം ഈ ലൈസൻസ് മേടിച്ചത്. ഒരു വണ്ടി ഓടിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള സാംസ്കാരികമായ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും അയാളെ ബാധിച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഈ അപകടത്തിന് കാരണമാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് ഇതിലൂടെ പറയുന്നത് എന്താണ്? പറയുന്നൊരു കാര്യം ഇതേ ഉള്ളൂ: മക്കളെ, ഈ അപകടത്തിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ശരിയാവണ്ണം പ്രവർത്തിക്കാൻ തയ്യാറാകണം. റോഡുകൾ നന്നായി കിടക്കണമെങ്കിൽ എന്ത് വേണം? സമയാസമയം അത് നല്ല റോഡ് പണിയണം. രണ്ടാമതായിട്ട് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തണം.
അതുപോലെ തന്നെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണം. അതൊരു പക്ഷേ അതിൻ്റെ വരയും അല്ലെങ്കിൽ സൈൻ ബോർഡുകളും അതെല്ലാം നോക്കാൻ പോലീസും CCTV ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം വേണം. ഒരാധുനികമായ സംവിധാനത്തിൽ ഒരു രാജ്യത്തിൽ ഇതൊന്നും കൂടാതെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. നമ്മളിന്ന് കാളവണ്ടി യുഗത്തിലല്ല. നമ്മൾ ഓർക്കുക, വഴിയിലൂടെ ഒരു കാളവണ്ടി പോലും വരാതിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വഴിയിലൂടെ പ്രദക്ഷിണങ്ങൾ തുടങ്ങിയത്. ഇന്ന് ചീറിപ്പായുന്ന വാഹനങ്ങളാണ്. വഴികളുടെ വീതി കൂടിയിട്ടില്ല. ഈ വീതി കൂട്ടാൻ സർക്കാർ ശ്രമിച്ചാൽ നമ്മൾ സമരം ചെയ്യും, നമുക്ക് വേണ്ട എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഇതും പറയും, ആരാണിവിടെ കുറ്റം ചെയ്തത്? അതുകൊണ്ട് ഈ അപകടത്തിൻ്റെ കുറ്റം ദൈവത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കരുത്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് വന്നു? വരേണ്ടിയിരുന്നത് ആ കുറ്റം ചെയ്തവർക്കല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ മനുഷ്യർ ഇന്നസെൻസ് അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്തവരാണ്. ഇവിടെ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് ഈശോ മിശിഹ മാത്രമാണ്, വേറെ ആരുമില്ല. ഈശോ മിശിഹ കുരിശിൽ കയറേണ്ടി വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപങ്ങൾ, അതിൻ്റെ ക്രൂരത, ഭീകരത നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിൻ്റെ മരണം എന്നിൽ വഹിക്കുകയാണ്. ഇന്നും ഞങ്ങൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു വീണ്ടും വീണ്ടും മരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിരപരാധികളാണ് കുറ്റവാളികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിക്കുക. അതിലൂടെയെങ്കിലും അവർ മനസ്സ് തിരിഞ്ഞ് വരണം. നമ്മുടെ സമൂഹത്തെ എപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. ദൈവം നോക്കിയിട്ട് ഒരു പണിയും കാണുന്നില്ല. ജോബിന് എന്തുകൊണ്ടാണ് ദൈവം ഈ ശിക്ഷയെല്ലാം കൊടുത്തത്? ജോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഇല്ലേ? ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാനത് ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ജോബിനെ ദൈവം ഇതുപോലെ ശിക്ഷിച്ചത്? അതിനൊറ്റ കാരണം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിശ്വസ്തർ എന്ത് വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വേളാങ്കണ്ണിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും വിശ്വസ്തരാണ് ദൈവത്തോട്. അവർ ദൈവത്തിൽ നിന്നെങ്കിലും അകന്നു പോവുകയില്ല, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട്. അതൊന്നും നീതീകരണങ്ങളല്ല. ഈ റോഡൊന്നും കൃത്യമായി പരിപാലിക്കാത്തവരുടെ ആ തിന്മയ്ക്ക് നീതീകരണങ്ങളല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. ഈ സഹനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, സഹനം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതില്ലാതെ നമുക്കൊരു ക്രൈസ്തവ ജീവിതമില്ല. അതുകൊണ്ട് ഇതിനെ തീർത്തും ഇല്ലായ്മ ചെയ്യാം എന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വൈക്കേറിയസ് സഫറിങ് എന്ന് പറയും. നിങ്ങൾ പള്ളിയിൽ വികാരിച്ചെന്ന് പറയുമ്പോൾ ആരുടെയോ പകരക്കാരനാണ്. അത് ബിഷപ്പിൻ്റെ, രൂപതാമെത്രാൻ്റെ പകരക്കാരനാണ്. അതുകൊണ്ടാണ് വികാരി എന്നുള്ള വാക്ക് അങ്ങനെയാണ്. അപ്പോൾ വൈക്കേരിയസ് സഫറിങ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ വേണ്ടിയാണ് നമ്മൾ സഹിക്കുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി അറിയാം, അത് ഒരു പക്ഷേ നമ്മുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല. നമ്മളോട് ഇതിലൂടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദാസ്, നമുക്ക് വേണേൽ പറയാം, ദൈവമല്ലേ അവനെ അങ്ങനെ സൃഷ്ടിച്ചു വിട്ടത്? അതെ. അവൻ്റെ ആ ഒറ്റ പ്രവൃത്തി എടുത്ത് നോക്കുക, അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആകമാന രക്ഷാകര പദ്ധതിയിൽ അവൻ്റെ ആ ഒറ്റിക്കൊടുക്കലിന് സ്ഥാനമുണ്ട്. നേരെ മറിച്ച് അതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളാരെയും ഒറ്റിക്കൊടുക്കാൻ പാടില്ല. ഒറ്റിക്കൊടുത്താൽ ഉണ്ടാകുന്ന ഫലം ഇതായിരിക്കും. യൂദാസ് മാനസാന്തരപ്പെട്ടവൻ നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് തന്നിട്ടുള്ള മാതൃക അതാണല്ലേ, സൂചന അതാണ്. നമ്മളങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ഈ സഹനം എന്ന് പറയുന്ന ക്രൈസ്തവരുടെ സഹനം. ആ സഹനം മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ അതിലൂടെ ദൈവം പറഞ്ഞു തരുന്നത് എന്താണ്? ഈ സഹനങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ കണ്ണു തുറക്കണം. മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലമായുണ്ടാകുന്ന സഹനമാണത്. അപ്പോൾ ആ പാപങ്ങളിൽ നിന്ന് അവർ പിന്തിരിയേണ്ടതുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാത്ത സർക്കാരുകൾ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടതെല്ലാം നശിപ്പിച്ച് കളയുന്നവർ, കാലാകാലങ്ങളിൽ റിപ്പയർ ചെയ്യാത്തവർ, അല്ലെങ്കിൽ അവനവൻ്റെ ജോലി ചെയ്യാത്ത സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വ്യക്തികൾ, ഇവരെല്ലാം തിന്മയാണ്, പാപമാണ് ചെയ്യുന്നത്.
നിങ്ങളുടെ തിന്മയുടെ ഫലം ആരാണ് അനുഭവിച്ചത്? ഈ ഇന്നസെൻസ്, നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാത്ത ഈ തീർത്ഥാടകർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തിന്മയുടെ പാപത്തിൻ്റെ രൂക്ഷത എന്തുമാത്രമുണ്ട് എന്ന്. 100 കണക്കിന് തീർത്ഥാടക വാഹനങ്ങൾ മറിയുന്നുണ്ട്, അപകടത്തിൽപ്പെടുന്നുണ്ട്. എന്നിട്ടും ആർക്കും ഒരു ചിന്തയുമില്ല. നമുക്കറിയാം, ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ, കേരളത്തിൽ നിന്ന് പോകുമ്പോൾ വേളാങ്കണ്ണിയിലേക്ക് തലേ ദിവസം രാത്രിയിൽ പോകും. പകൽ അവിടെ ചിലവഴിച്ചിട്ട് പിറ്റേ ദിവസം രാത്രി ഇങ്ങോട്ട് വരും. നമുക്കറിയാം, നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ ഓടിക്കുന്ന ആൾ വെറും മനുഷ്യനാണ്, അയാൾ യന്ത്രമല്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് വിശ്രമം ആവശ്യമുണ്ട്. ഒരല്പം കണ്ണൊന്ന് അടഞ്ഞു പോയാൽ മതി, കാര്യങ്ങൾ പാളും. നമ്മൾ അവിടെ ഇരുട്ടത്തൊക്കെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് എതിർവശത്തേക്ക് ചായക്കടയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കുമ്പോൾ ഓർക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ലത്. അതുപോലെ തന്നെ നമ്മൾ നിശ്ചിതമായൊരു ഒരു സ്പീഡിലേ ഓടിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിനകത്തിരിക്കുന്നവരുടെ കുറ്റമല്ല, നേരെ മറിച്ച് അത് സംഘടിപ്പിച്ചവരുടെയും ഓടിച്ചവരുടെയും കുറ്റമാകും. എങ്കിൽ പോലും ശിക്ഷ അനുഭവിക്കുന്നത്, സഹിക്കുന്ന അവസാനം ഈ പാവപ്പെട്ട തീർത്ഥാടകരാണ്. അതുപോലെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ റോഡുകളുടെ കാര്യം എടുക്കുക, അതെല്ലാം അങ്ങനെയാണ്. ഏതൊരു കാര്യം നമ്മുടെ നാട്ടിലെടുത്താലും ഇങ്ങനെയാണിത് പോകുന്നത്. അതുകൊണ്ട് ഈ സഹനം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓർക്കുക. അത് ആ തരത്തിലൊന്ന്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അത് വേറൊരർത്ഥത്തിലാണ്. അതായത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നാണ്. യേശുക്രിസ്തുവിനെ പോലെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെടും. ഒരു ഓഫീസിൽ 10 പേരുണ്ടെന്ന് കരുതുക. 10 പേരിൽ 9 പേര് കൈക്കൂലി മേടിക്കും, ഒരാൾ മേടിക്കുകയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വ്യക്തി പീഡിപ്പിക്കപ്പെടുകയില്ലെന്ന്? എനിക്ക് നല്ല ഉറപ്പുണ്ട്. അയാളെക്കുറിച്ചില്ലാത്തതെല്ലാം പറഞ്ഞു വരുത്തും, പരദൂഷണം പറഞ്ഞു വരുത്തും. എങ്ങനെയെങ്കിലും അയാൾ ഒന്നുകിൽ അവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ അയാളും കൈക്കൂലി മേടിക്കുന്ന ആളായി മാറും. ഇതൊന്നുമില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വീതം വീട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയെങ്കിലും ഇയാളെ അതിൽ വീഴിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ നിരന്തരം കാണുന്നതാണ്. തിന്മയ്ക്കെതിരെ ആര് പോരാടുന്നുവോ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തിന്മകളോട് പോരാടാതെ പറ്റില്ല. അങ്ങനെ പോരാടുന്നില്ലെങ്കിൽ അവൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നില്ല. അങ്ങനെ തിന്മകളോട് പോരാടുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊക്കെ കള്ളവാറ്റിനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും അവർ ചിലപ്പോൾ സമരം ഉണ്ടാക്കും, അല്ലെ കള്ളവാറ്റിൻ്റെ വസ്തി അനുസാരികളെല്ലാം എടുത്തു കളയും. അവർക്കെല്ലാം എതിരെ ഡസൻ കണക്കിന് കള്ളക്കേസുകളുണ്ടാകും. കാരണം എന്താണ്? ഇതെല്ലാം നടത്തുന്നവർ വളരെ ശക്തരാണ്. അവർക്ക് വീണ്ടും അത് തുടരണം. അതുകൊണ്ട് തിന്മയ്ക്കെതിരെ പറയുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. പക്ഷേ ക്രൈസ്തവരുടെ ധർമ്മം അതാണ്, തിന്മയ്ക്കെതിരെ പറയുക എന്നുള്ളതാണ്. യേശുക്രിസ്തു തിന്മ ചെയ്തയാളല്ല, പക്ഷേ തിന്മയ്ക്കെതിരെ സംസാരിച്ചു. പലപ്പോഴും നമ്മൾ ഈ തിന്മ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ കുറേ പേരെങ്കിലും നന്മയാണെന്ന് ചിന്തിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ തിന്മയാണ്, ഒരു സംശയവും വേണ്ട, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടി രൂപതയിൽപ്പെട്ടൊരു പഴയ പള്ളിയിൽ പിതാവിൻ്റെ സന്ദർശന ശേഷം കൊടുത്ത ഒരു കത്തിൽ നിന്ന് വായിക്കുക ഉണ്ടായി. അതിനകത്ത് ആ പിതാവ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുർബാന സ്വീകരണത്തിന് ആളുകൾ വരുമ്പോൾ ക്രമമായിട്ട് വരണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുർബാന സ്വീകരണത്തിന് അന്ന് ആളുകൾ ഇടികൂടിയാണ് വന്നിരുന്നത്. എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി വരും. അന്നേരം ഇങ്ങനെ കൊടുക്കാൻ പറ്റുക? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓശാനയ്ക്ക് ഓല കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇടികൂടുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യൂ നിൽക്കാൻ മഹാമടിയാണ് നമുക്ക്. ചുരുക്കത്തിൽ നമ്മൾ അതിനെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ ആരോപണങ്ങൾ വരും. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ഇതെല്ലാം നമുക്കുണ്ടാകാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സുണ്ടാകുമ്പോൾ ഇതെല്ലാം പറയാതിരിക്കാൻ പറ്റില്ല. പറയുമ്പോൾ എതിർപ്പും ഉണ്ടാകും. അപ്പോൾ അതിന് ധൈര്യമായിട്ട് നേരിടാതെ പറ്റില്ല. വീണുപോകും ചിലപ്പോൾ. ആദ്യകാലത്തൊക്കെ നമുക്ക് ഈ ആദിമസഭയിൽ പീഡനങ്ങളുണ്ടായപ്പോൾ ഒരുപാട് പേര് വീണുപോയി. അങ്ങനെ ഒരു വിഭാഗം തന്നെ അവസാനം ഉടലെടുത്തു.
വെളിപാട് പുസ്തകം മുഴുവനും അങ്ങനെ വീഴരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. റോമാ ചക്രവർത്തിയുടെ പീഡനകാലത്ത് ഒരുപാട് പേര് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ പോലും അത് ഉപേക്ഷിക്കാതെ നിങ്ങൾ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് വെളിപാട് പുസ്തകം മുഴുവൻ പറയുന്നത്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. നമുക്കറിയാം, ജോബ് പിടിച്ചു നിന്നു, അവസാനം ജോബിനെല്ലാം തിരികെ കിട്ടി. നമ്മൾ വിചാരിക്കുന്നത് പോലെ തിരികെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളുള്ള വലിയ വീടും വണ്ടിയുമൊക്കെ കിട്ടിയെന്നല്ല. നേരെ മറിച്ച് നമുക്ക് ജീവിതം ആനന്ദകരമാണെന്ന് പറഞ്ഞാൽ ആ ദൈവികമായ അർത്ഥത്തിൽ ആനന്ദകരമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നർത്ഥം. അങ്ങനെ വരുന്ന ആ അവസ്ഥയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ഈ പൗലോസ്ലീഹയുടെ കാര്യം, ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാര്യം. പൗലോസ്ലീഹയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? നമ്മുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. അദ്ദേഹം കഴുത്ത് വെട്ടപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താ കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ ശിഷ്ടം ജീവിതം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതം. തീർച്ചയായിട്ടും അത് വലിയ മഹത്വപൂർണ്ണമാണ്. ഇന്ന് 2000 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ തിരുനാളുകൾ നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ, പൗലോസ് നേടിയില്ല എന്ന് പറയാൻ പറ്റുമോ? പൗലോസ് നേടി. പത്രോസ് യേശുവിനെ ഉപേക്ഷിച്ച് പറഞ്ഞവൻ കരഞ്ഞു, പബ്ലിക്കായിട്ട് കരഞ്ഞവൻ. അവനെന്ത് കിട്ടി? അവസാനം തലയും കുത്തി തല കീഴാക്കി കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത്. പത്രോസിന് എന്താ കിട്ടിയത്? നമുക്കറിയാം, ഇന്ന് പത്രോസിനെ സഭയുടെ അടിസ്ഥാന ശിലയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ കർത്താവ് പണിതത്, സഭ പണിതത് ആ മൂലക്കല്ല്, ആ ഒരു കല്ല്, ആദ്യത്തെ കല്ല് പത്രോസായിരുന്നു. ആ കല്ലിന്മേൽ അവന് പണിത്. ചുരുക്കത്തിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ്. അത് മുഴുവൻ കിട്ടണമെന്നില്ല. പക്ഷേ അതില്ലാതെ തന്നെ നമുക്കൊരു ആനന്ദകരമായ ജീവിതമുണ്ടാകും. നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്നൊരു ആനന്ദം. വലിയ പാപിയായൊരു മനുഷ്യൻ നല്ലൊരു ധ്യാനമൊക്കെ കൂടി നല്ല കുമ്പസാരവും കഴിച്ച് പാപമോചനം കിട്ടി പുറത്തിറങ്ങുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കുക, എന്തോ ഒരു സന്തോഷം, ആനന്ദമായിരിക്കും. അപ്പോൾ നമുക്ക് ആ തരത്തിലുള്ളൊരു ആനന്ദം നമ്മുടെ മുഖത്തുണ്ടാകും. എന്തെല്ലാം സഹനങ്ങളുണ്ടായാലും ഞാൻ പിടിച്ചു നിന്നു, ദൈവം എന്നെ കൈവിട്ടില്ല എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുക. അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മുക്കുവൻ്റെ കഥ. ഞാനിവിടെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതുമാണ്. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിലൂടെ തന്നെ, ഈ ശാലോമിലൂടെ. ഒരു സായിപ്പ് എന്ന് ചോദിച്ച കഥ. മുക്കുവനിങ്ങനെ വൈകുന്നേരമായപ്പം മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് വള്ളത്തിൻ്റെ ഒരറ്റത്ത് കയറി അങ്ങനെ ഒരു ബീഡിയൊക്കെ വലിച്ച് കിടക്കുന്നു. അപ്പം ഈ സായിപ്പ് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ, നിനക്ക് കൂടുതൽ മീൻ പിടിക്കാൻ താല്പര്യമില്ലേ? ഉണ്ട്. കാശ് കിട്ടുന്നാൽ ഉണ്ട്. നല്ല വീട്, ഭാര്യ, പിള്ളേർ, സൗകര്യങ്ങൾ എല്ലാം. അപ്പോൾ ഇയാൾ പറയും, എന്നിട്ടോ? പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവസാനം എന്നിട്ടോ നീ അങ്ങനെ പ്രായമായി മരിക്കും സന്തോഷത്തിൽ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ ഇപ്പം പിന്നെ ഞാൻ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സന്തോഷപരമായിട്ട് നല്ലൊരു വീഡിയോ വലിച്ച് ഞാനിവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതല്ലേ അന്നും കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടെന്നല്ല. നേരെ മറിച്ച് അവിടം വരെ എത്തിയാലും ഇതേ സംതൃപ്തിയെ കിട്ടുകയുള്ളൂ. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ആ സംതൃപ്തി നമുക്ക്, ഞാൻ പറഞ്ഞത്, ആ സംതൃപ്തി വാസ്തവത്തിൽ ദൈവികമായൊരു സംതൃപ്തിയായി മാറുമ്പോൾ അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കിട്ടിയെന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഈ തിമോത്തിയോസിനെ പൗലോസ് ഉപദേശിക്കുന്ന ഇതാണ്: നീ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കണം. ആ ഐക്യപ്പെടാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ക്രൈസ്തവനല്ല. പൂർണ്ണമായിട്ടും ആർക്കും യേശുവിനോട് ഐക്യപ്പെടാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറ്റവും കുറവുണ്ട്. എങ്കിൽ പോലും നമ്മൾ അത് ആണെന്ന് ലക്ഷ്യം വയ്ക്കേണ്ടത് ആ ഐക്യപ്പെടൽ. അപ്പം നമുക്ക് ഈ തരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:6 പറയുന്നത്, അവനിൽ വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും അവൻ നടന്ന വഴിയെ നടക്കണം. നടക്കാതെ നിവൃത്തിയില്ല. നമ്മുടെ സിറ മലബാർ ആരാധനക്രമം എടുത്ത് നോക്കുക. ഈ ആരാധനക്രമം നമ്മൾ വിചാരിക്കുക എന്തിനാ ഈ പ്രോപ്രിയ, പിള്ളേരൊക്കെ പ്രോപ്രിയ എന്ന് പറഞ്ഞാൽ എന്നതാണ്. അതൊക്കെ ഇത്രേ അർത്ഥമുള്ളൂ.
ഓരോ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള പ്രാർത്ഥനകളും വായനകളും അതിൻ്റെ അരൂപി വെളിവാക്കുന്നത്. നമ്മുടെ ആരാധനക്രമം, ഈ സീറോ മലബാർ ആരാധനക്രമം 9 കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിങ്ങനെ കർത്താവിൻ്റെ ജീവിതത്തിലൂടെ ഒരു തീർത്ഥാടനമാണത്. നമ്മൾ അവിടുത്തെ കൈപിടിച്ച് പോവുകയാണ്. അങ്ങനെ കൈപിടിച്ച് പോകുമ്പം കർത്താവ് നടന്ന വഴി, പോയ വഴി, കയറിയിറങ്ങിയ വഴി, അതിൽ നമുക്ക് പോകാതെ പറ്റില്ലല്ലോ. നമ്മുടെ അമ്മ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പള്ളി കൊണ്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ അമ്മ പോകുന്നിടത്തല്ല നമ്മൾ പോകണ്ടേ, എങ്കിലല്ല സുരക്ഷിതത്വമുള്ളൂ. അമ്മ പോകുന്നിടത്ത് പോകാതെ നമുക്കിഷ്ടമുള്ളിടത്ത് പോയാൽ സുരക്ഷിതത്വം ഉണ്ടാകുകയില്ല. പക്ഷേ അമ്മ പോകുന്നിടത്ത് പോയാൽ നമുക്ക് അത്ര ഒരു സന്തോഷം തോന്നണമെന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം മുഴുവൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങ് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ കർത്താവ് നടന്ന വഴിയിലൂടെ നടക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നടക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മൾ പോവുക എന്നാണ്. അവിടുത്തെ ജീവിതം എന്താണ് നമുക്കറിയാം. ആദ്യമായിട്ട് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ദൈവപുത്രൻ. മറിയം ഒരുപാട് അവയ്ക്കാതെ കേട്ടു, യൗസേപ്പ് ഒരുപാട് അവയ്ക്കാതെ കേട്ടു, നാട്ടുകാർ മുഴുവൻ കുറ്റം പറഞ്ഞു. പക്ഷേ മാതാവൊന്നും പരിഗണിച്ചില്ല, അവളത് സഹിച്ചു. യൗസേപ്പ് അത് പരിഗണിച്ചില്ല, സഹിച്ചു. ഒരുപാട് സഹിച്ചവർ അതിലേക്ക് ഓടേണ്ടിയൊക്കെ വന്നു, പ്രവാസികളായിട്ട് പോകേണ്ടി വന്നു. ഈശോയുടെ ജീവിതം എടുത്തു നോക്കിയാൽ കാര്യങ്ങൾ പറയുമ്പോൾ ഭ്രാന്തൻ എന്ന് പറയും. ദൈവത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന മനുഷ്യരെക്കുറിച്ച് എന്താ നമ്മൾ പറയേണ്ടത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരാശാരിച്ചെറുക്കനിൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് ആ ഒരു അപ്പത്തിൽ ഈശോയെ കാണാൻ പറ്റുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ട് അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടാണ്. എന്ന് ആ വിശ്വാസത്തിൽ കുറവ് വരുന്നോ അന്ന് നമ്മൾ ഭ്രാന്താന്ന് പറയും. ഇന്ന് നമുക്കറിയാം നമ്മുടെ സഭയിൽ ഒരുപാട് പേരുടെ ഇതിനെല്ലാം ഭ്രാന്തെന്ന് വിളിക്കുന്നവർ. കാരണം അവർക്ക് ആ വിശ്വാസം പോയി. വിശ്വാസമില്ലാത്തടത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ നടക്കുകയാണ്. കുരിശേ കയറാൻ പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ നമുക്ക് കൈവിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ കുരിശ് നമ്മുടെ മേത്തും വീഴും. അവസാനം ആണി തറയ്ക്കുമ്പം കയ്യെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആണിയുടെ അറ്റം നമ്മുടെ കയ്യിൽ ഇച്ചിരി കയറും. കൈവിട്ടാൽ പിന്നെ കയറുകയില്ല, പക്ഷെ അന്നേരം മുകളിലേക്ക് പോവുകയില്ല, ഉയർത്തപ്പെടുകയില്ല. കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും ഇതിലേക്ക് ആകർഷിക്കും. ആ കയ്യേൽ നമ്മുടെ ആണി, കർത്താവിൻ്റെ ആണി നമ്മുടെ കയ്യേലും കൂടെ കിടന്ന് ഒപ്പം തൂങ്ങിക്കിടന്നാൽ മാത്രമേ നമ്മളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ സഹനം എന്ന് പറയുന്നത് ഈ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോൺസിക്വൻസാണ്. അതില്ലാതെ നമുക്ക് ക്രൈസ്തവ ജീവിതം, നമ്മളെപ്പോഴും ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ കിട്ടി, അങ്ങനെയല്ലത്. നേരെ മറിച്ചാണ്. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. അപ്പോൾ ഇതിനെ ആ രീതിയിൽ കാണാൻ പറ്റിയാൽ ജീവിതം കുറച്ചുകൂടി നമുക്ക് എളുപ്പമാകും. പക്ഷേ കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്ത് മാറ്റണം, പക്ഷെ നിൻ്റെ ഇഷ്ടം. ചോര, വേർപ്പ് തുള്ളികൾ ആയിട്ട് വീഴും. നമുക്കറിയാമല്ലോ, നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞരമ്പ് പൊട്ടിയെന്നൊക്കെ വരും. നമ്മുടെ തളർവാദമല്ല, തളർന്നു പോകുന്ന അവസ്ഥ. പ്രഷർ കൂടുമ്പോഴാണല്ലോ. പ്രഷർ നമുക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും കൂടാം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ. അപ്പോൾ പറയുന്ന ഇതാണ്, ഈ സഹനത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഇതാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതിനെ അതിജീവിക്കാനുള്ള ശക്തി, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാതെ പറ്റില്ലല്ലോ. ഈശോ 33 വർഷം, അതിൽ 3 വർഷം കൊണ്ട് പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ നമ്മൾ അത്രയൊന്നും അല്ല ജീവിക്കുന്നത്. അത്ര എളുപ്പമല്ല ഇതിലെ കടന്നു പോവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്താണ്? ആ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? ആ ചോദ്യം നമ്മളോടാണ്. നമ്മൾ പിടിച്ചു നിൽക്കുമെന്നായി ചോദിക്കുന്നത്. പിടിച്ചു നിന്നാൽ നല്ലത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നീ നടന്ന വഴിയിലൂടെ നിന്നോട് ഐക്യപ്പെട്ട് നടക്കുമ്പോൾ മാത്രമാണല്ലോ
നീ പ്രാപിച്ച ആ മഹത്വപൂർണ്ണമായ ജീവിതം, ഉയർപ്പിൻ്റെ ജീവിതം ഈ ലോകത്തിൽ തന്നെ ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള കൃപയുണ്ടാവുക. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കലും നിൻ്റെ കൈവിടാനായിട്ട് ഇടയാകരുത്. എപ്പോഴും നിൻ്റെ കൈപിടിച്ച് മുന്നേറുന്ന നല്ല അനുയായികളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബലഹീനതകളെ നീ തന്നെ ശക്തിപ്പെടുത്തി ഈ സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു.